മലയാള സിനിമയിൽ ഇൻഡസ്ട്രി ഹിറ്റുകൾ കൊടുത്ത ഒരുപാട് നടന്മാരുണ്ട്. നമ്മുടെ സൂപ്രധാനങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആ ലിസ്റ്റിൽ പെട്ട നടന്മാർ തന്നെയാണ്. എന്നാൽ ആദ്യത്തെ സിനിമ തന്നെ ഇൻഡസ്ട്രി ഹിറ്റായ ഒരു നടനുണ്ട്. ആ ഒരു നടന്റെ ആദ്യത്തെ സിനിമ റിലീസായിട്ട് 29 വർഷം കഴിഞ്ഞു. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചാക്കോ ബോബനാണ്. ആ ഒരു സിനിമ അനിയത്തിപ്രാവാണ്. അപ്പോൾ അനിയത്തിപ്രാവിന്റെ ഒരു ഓർമ്മയായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ കുഞ്ചാക്കോ ബോബൻ ഫാസിലിന്റെ കൂടെ, സംവിധായകൻ ഫാസിലിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോയും ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ആ ഒരു പോസ്റ്റിന്റെ മെയിൻ, എന്താ പറയുക, ഒരു ക്യാപ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെയാണ്: സ്നേഹം സ്നേഹം മാത്രം എന്നാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന: വർഷങ്ങൾ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കടന്നു പോകുന്നു, പക്ഷെ എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയ ഈ മനുഷ്യനോടുള്ള സ്നേഹവും ബഹുമാനവും എന്നും പുതുമയോടെ, അല്ലെങ്കിൽ അതിനേക്കാൾ തീവ്രമായി നിലനിൽക്കുന്നു. തലമുറകൾ കൈമാറുന്ന ദശാബ്ദങ്ങൾ നീണ്ട ഞങ്ങളുടെ ഈ ബന്ധം തുടരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഈ ദിനത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. പിന്നെ അങ്ങനെ അദ്ദേഹം കുറച്ച് നീണ്ടൊരു പോസ്റ്റാണ്. അതിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും സ്നേഹം, അതായത് കലാകാരന്മാർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക്, മാധ്യമങ്ങൾക്ക്, പ്രേക്ഷകർക്ക്, സുഹൃത്തുക്കൾക്ക്, കുടുംബങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് പേർക്ക് നന്ദി പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അനിത്യപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നും അതിലെ പാട്ടുകളും, എന്താ പറയുക, അതിലെ സീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ അറിയായിരിക്കും അന്നത്തെ ഒരു ട്രെൻഡ്. എനിക്ക് തോന്നുന്നു ഇന്നൊരു 40കളിൽ നിൽക്കുന്നവരായിരിക്കാം അന്നത്തെ ഒരു ടീനേജേഴ്സ്. അതായത് ഇന്നൊരു 42-43 വയസ്സുള്ളവരൊക്കെ അന്നൊരു +2 കാലഘട്ടങ്ങളോ ഒക്കെ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ. ശരിക്കും കുഞ്ചാക്കോൻ നമുക്കറിയാം, അദ്ദേഹം ഒരു സിനിമ കുടുംബത്തിലാണ്. അതായത് ഉദയ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു ഇവിടെ മലയാളത്തിൽ തന്നെ തുടക്കകാലത്തെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികൾ, അതായത് മലയാള സിനിമയെ ഇന്നീ നിലയിലെത്തിച്ച ഒരു, എന്താ പറയുക, തുടക്കം കുറിച്ച കുറച്ച് പേര് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു പേര് തന്നെ ഉദയയുടെ കുഞ്ചാക്കോ തന്നെയായിരിക്കും. അപ്പോൾ കുഞ്ചാക്കോ മുതലാളി എന്നൊക്കെ വിളിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മകൻ ബോബൻ കുഞ്ചാക്കോ, ബോബൻ കുഞ്ചാക്കോന്റെ മകനാണ് കുഞ്ചാക്കോ ബോബൻ. അപ്പോൾ കുഞ്ചാക്കോ ബോബൻ ശരിക്ക് 1981 ധന്യ എന്ന് പറയുന്ന ഒരു സിനിമ, അത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച, ഫാസിൽ സംവിധാനം ചെയ്ത, അതായത് മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. ഫാസിലൊക്കെ ഇവരുടെ ഒരു കുടുംബമാണ്, ഉദയ നവോദയയുടെ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. എന്താ പറയുക, അവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ച് അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, നവോദയ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫാസിലിലെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. അങ്ങനെ മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ 80 റിലീസാവുന്നത്, അതിന്റെ 81 ഫാസിൽ ചെയ്ത സിനിമയാണ് ധന്യ. അതിൽ മോഹൻലാലും ശ്രീവിദ്യയൊക്കെ അഭിനയിച്ച്, അത് ചെറിയൊരു വേഷം, ഒരു ബാലതാരമായിട്ട് കുഞ്ചാക്കോ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സിനിമയിൽ വരണമെന്നോ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ഒരു സിനിമ നടനാവണമെന്നോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ, എന്താ പറയുക, അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു ബോബൻ കുഞ്ചാക്കോ. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല. അപ്പോൾ ബോബൻ കുഞ്ചാക്കോ ഒരുപാട് സിനിമകൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും സംവിധാനമൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ചാക്കോൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് പ്രത്യേകിച്ച് ബികോം ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഫാസിൽ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് മുമ്പ് 95 ഒരു സിനിമ, അത് ഫാസിൽ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത നമ്പർ 1 സ്നേഹതീര് ബാംഗ്ലൂരിനോർത്ത്, ആ ഒരു സിനിമയാണ്. അതിന്റെ തൊട്ട് മുമ്പ് ഫാസിലിന്റെ, അതിനു മുമ്പ് ഈ മൺചിത്രത്താഴൊക്കെ ഒരു ഹിറ്റ് ആയെങ്കിലും അത് കഴിഞ്ഞിട്ട് മാനത്തെ വെള്ളിത്തേര് എന്ന് പറഞ്ഞ സിനിമയൊന്നും ഫാസിലിൽ അത്ര വലിയ വിജയമല്ലായിരുന്നു. 93-94 മാനത്തെ വെള്ളിത്തേര്. അപ്പൊ ഫാസിലിന് ഒരു ഹിറ്റ് വേണം. അങ്ങനെയാണ് ഫാസിൽ അനീതിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഓണാക്കുന്നത്. 96 അതിന്റെ ഒരു ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നത്. അന്ന് കുറെ പുതുമുഖങ്ങളൊക്കെ തേടി. അത് സ്വർഗചിത്ര അപ്പച്ചൻ എന്ന് പറയുന്ന അതിന്റെ പ്രൊഡ്യൂസർ, അദ്ദേഹം തന്നെ ഒരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റേതോ ഒരു നടനെയൊക്കെ ആദ്യം ആലോചിച്ച് ആ ഒരു നടനെയൊക്കെ കാസ്റ്റ് ചെയ്ത് ഒരുപാട് പേരെ അന്ന് ആലോചിച്ചിരുന്നു. കാരണം നമുക്കറിയാം, നടൻ വിനീതാണ് അന്ന് ഒരുവിധം എല്ലാ സിനിമയിലും ഒരു ടീനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൗമാര നായകൻ എന്നൊക്കെ പറഞ്ഞ വിനീത് തന്നെയായിരുന്നു അന്ന് എല്ലാ സംവിധായകരുടെ മനസ്സിൽ. അങ്ങനെ വിനീതിനെ അന്ന് ആലോചിച്ചിരുന്നാണ്. വിനീതിന്റെ അടുത്ത് ഫാസിൽ സംസാരിച്ചിരുന്നതാണ്. പക്ഷെ അന്ന് വിനീതിന് വേറെ ചില സിനിമകളുടെ, എനിക്ക് തോന്നുന്നു മഞ്ജിരധ്വനി എന്ന് പറയുന്ന ഭരതന്റെ സിനിമയെന്ന് തോന്നുന്നു, അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിനീതൻ ആദ്യമേ ഇല്ല എന്ന് പറഞ്ഞത്. പിന്നീട് ഒരുപാട് പേര്, ഇപ്പൊ നടൻ കൃഷ്ണ ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു, അദ്ദേഹത്തെ ഓഡിഷൻ ചെയ്തിരുന്നു. പിന്നെ വിനീത് കുമാർ പറഞ്ഞിരുന്നു, വിനീത് കുമാറും അന്ന് ഫാസിലിനെ പോയി കണ്ടിരുന്നതാണ്. പക്ഷെ വിനീത് കുമാർ അന്ന് ഭയങ്കര യങ് ആയിരുന്നു. അങ്ങനെ പലവരെയും നോക്കി അവസാനമാണ് ഫാസിലിന്റെ വൈഫാണ് പറയുന്നത്, ഇവരുടെ ഏതോ ഒരു ഫാമിലി ഫംഗ്ഷന്റെ ഒരു ആൽബം നോക്കിയിട്ട് ഇവരുടെ കുടുംബ സുഹൃത്തായ കുഞ്ചാക്കോ ബോബൻ എന്ന നോക്കിക്കൂടെ, ചാക്കോച്ചനെ നമുക്ക് നോക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടാണ് ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്യുന്നത്. ചാക്കോച്ചൻ തന്നെ പിന്നീട് പറയാറുണ്ട്, ആ ഒരു സിനിമയിൽ അഭിനയൊക്കെ ഇന്ന് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യാറുണ്ടെന്നൊക്കെ.
അങ്ങനെ ഒരു സിനിമ തോന്നുന്നു അനീത് മാമാട്ടുകുട്ടിയമ്മയിലൂടെ ഫാസിൽ കൊണ്ടുവന്ന ശാലിനിനെ കൊണ്ടിരുന്നു. ശാലിനിയും തിരിച്ചുവരവ്, കുഞ്ചാക്കോൻ ശാലിനി ഒരു കോംബോ 96 മാർച്ചിൽ ആ സിനിമ 97 മാർച്ചിൽ ആ സിനിമ റിലീസാവുന്നു. ആ സിനിമ റിലീസായ ദിവസങ്ങളിലൊന്നും വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ പിന്നീട് നമുക്കറിയാം ആ ഒരു സിനിമ എവിടെ എത്തി, അതായത് ഇൻഡസ്ട്രി ഹിറ്റായി മാറി എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എനിക്ക് തോന്നുന്നു 95 ദി കിങ് എന്ന് പറയുന്ന സിനിമയാണ്. ഹിറ്റ്ലർ 96 ഇൻഡസ്ട്രി ഹിറ്റായെന്ന് എനിക്ക് ഉറപ്പില്ല. 95 കിങ് ഇൻഡസ്ട്രി ഹിറ്റാണ്, കിലിക്കം ഇൻഡസ്ട്രി ഹിറ്റ് അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു ഇതിനൊക്കെ എന്താ പറയാ, അടിച്ച് കമഴ്ത്തി പുതുമുഖമായ കുഞ്ചാക്കോ ബോബൻ, ശാലിനി ഇവർ ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുന്നു. പിന്നീട് ആ ഇൻഡസ്ട്രി ഹിറ്റ് ശരിക്കും പറഞ്ഞാൽ ആ വർഷം തന്നെ ചന്ദ്രലേഖ തന്നെ അതിനെയൊക്കെ തിരുത്തി കുറിച്ചിട്ടുണ്ട്. ശരിക്കും 97 ഏപ്രിൽ മാർച്ചിൽ ഈ പറയുന്ന അനീതി പറവ് റിലീസാവുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഏപ്രിൽ മെയ് കാലഘട്ടങ്ങളിൽ ചന്ദ്രലേഖയുടെ ഷൂട്ട് അന്ന് നടക്കുകയാണ്. അത് ബോംബെയിലാണ് നടക്കുന്നത്. ഫാസിലാണ് ചന്ദ്രലേഖ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ അന്ന് ചന്ദ്രലേഖയുടെ ലൊക്കേഷനിൽ വെച്ച് അനീതി പ്രാവിന്റെ ഒരു സക്സസ് ഒക്കെ ഇവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. പിന്നീട് ആ ചന്ദ്രലേഖ, ഓണത്തിന് ഇറങ്ങിയ ചന്ദ്രലേഖ അനീതി പ്രാവിന്റെ റെക്കോർഡിനെ വെട്ടിച്ചു. ചന്ദ്രലേഖയുടെ റെക്കോർഡ് പിന്നീട് 6 തമ്പുരാൻ കടത്തി വെട്ടി എന്നുള്ളതാണ്. എന്തായാലും കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന നടൻ, അതിനു മുമ്പ് നമുക്കറിയാം ശങ്കർ എന്ന് പറയുന്ന നടൻ മഞ്ഞു വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒരു സ്റ്റാർ ആയതാണ്. അത് മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ്. ശങ്കറിന്റെ ആദ്യത്തെ സിനിമ തമിഴിൽ ഒരു തലൈരാഗമായിരുന്നു. ഒരു തലൈരാഗം അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷെ ഒരു തലൈരാഗം മഞ്ഞു വിരിഞ്ഞ പൂക്കളൊന്നും ഇൻഡസ്ട്രി ഹിറ്റ് അല്ല എന്ന് തോന്നുന്നു. എന്റെ അറിവിലല്ല, ഇൻഡസ്ട്രി ഹിറ്റ് അല്ല. പക്ഷെ അനിതി പ്രവർ ഇൻഡസ്ട്രി ഹിറ്റാണ്. അവർ ഒറ്റ സിനിമ കുഞ്ചാക്കോ ബോബൻ അതുപോലെ ഒരു നടന് അതുപോലത്തെ ഓപ്പണിംഗ് കിട്ടിയിട്ടില്ല ശരിക്കും. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒന്നും ഇപ്പോഴും നമുക്ക് അങ്ങനെ ഒരു നടനില്ല. ഒരു ഒറ്റ സിനിമ കൊണ്ട് ഒരു സ്റ്റാർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നടൻ കുഞ്ചാക്കോ ബോബന് ശേഷം ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കുഞ്ചാക്കോവിനെ ഓടിക്കുന്ന സ്പ്ലെൻഡറും അതെല്ലാം അന്ന് സുധി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും, പ്രത്യേകിച്ച് കുഞ്ചാക്കോവിന് അന്ന് കത്തുകൾ വരുന്നതും ചോര കൊണ്ട് എഴുതിയ കത്തുകൾ വരിക എന്നൊക്കെ പറയുന്നതൊക്കെ ഇന്ന് അതൊക്കെ ഭയങ്കര നമുക്ക് ഇന്ന് കേൾക്കുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതമാണ്. കാരണം ഇന്ന് കുറച്ചും കൂടിയും താരങ്ങൾ ജനകീയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ചാക്കോബോന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അനീതി പ്രാവ് കഴിഞ്ഞിട്ട് കുഞ്ചാക്കോബോന് ഒരുപാട് ഓഫേഴ്സ് വന്നെങ്കിൽ കുഞ്ചാക്കോ വളരെ സെലക്റ്റീവ് ആയിട്ടാണ്. പിന്നീട് 98 ഹരികൃഷ്ണൻസ്, ഫാസിലെ തന്നെ ഹരികൃഷ്ണൻസിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്തു. പിന്നെ മയിൽപീലിക്കാവ് എന്ന് പറഞ്ഞൊരു സിനിമ, ഹരികൃഷ്ണൻസ് മയിൽപീലിക്കാവ് 98 ഓണത്തിന് ഇറങ്ങണത്. പക്ഷെ മയിൽപീലിക്കാവ് വലിയ വിജയമല്ലായിരുന്നു, ഹരികൃഷ്ണൻസ് വിജയിച്ചു. അതിന് നക്ഷത്ര താരാട്ട് എന്ന് പറയുന്ന സിനിമ, ആ ഒരു സിനിമ ഇതൊക്കെ 98 നക്ഷത്ര താരാട്ട് അനീതി പ്രാവിന്റെ ഒരു വിജയം കൈവരിച്ചില്ലെങ്കിലും അതും ഒരു വിജയ സിനിമ തന്നെയാണ്. പിന്നെ 99 എന്ന് പറയുന്ന ഒരു വർഷം ശരിക്കും 3 ഫ്ലോപ്പുകളുണ്ട്. പ്രേംഭൂപചാരി, ചന്ദാമാമ, മഴവില്ല്. പക്ഷെ നിറം എന്ന് പറയുന്ന സിനിമ ഇതിനൊക്കെ കടത്തി വെട്ടി. അന്ന് മാഗസീനിലൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്, 3 ക്ലീൻ ബോൾഡും ഒരു സെഞ്ചുറിയും എന്ന് പറഞ്ഞ് കുഞ്ചാക്കോ ബോബന്റെ ആ ഒരു വർഷത്തെ റിപ്പോർട്ടൊക്കെ. പിന്നെ 2000 എന്ന് പറയുന്ന വർഷം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിയം എന്ന് പറയുന്ന ഒരു ഹിറ്റ് ഉണ്ടെങ്കിലും അപ്പുറത്ത് സത്യം ശിവസുന്ദരം, ഇങ്ങനെ ഒരു നിലാപക്ഷി, സഹയാത്രിക്ക് സ്നേഹപൂർവ്വം, ഈ സിനിമയൊക്കെ ഒരു എന്താ പറയാ പരാജയം അല്ലെങ്കിൽ വലിയ സൂപ്പർ ഹിറ്റ് അല്ലായിരുന്നു. പിന്നെ 2001 ദോസ്ത് എന്ന് പറയുന്ന ഒരു സിനിമ കുഞ്ചാക്കോവിന് വിജയമായിരുന്നു. ആ വർഷം തന്നെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകയും ഒരു അബോവ് ആവറേജ് വിജയം. അപ്പോൾ ദോസ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, അന്ന് ദിലീപ് അതിനു മുമ്പ് ഡാർലിംഗ് എന്ന് പറയുന്ന സിനിമയും ജോക്കർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ദിലീപിന്റെ കൂടെ അഭിനയിക്കാൻ കുഞ്ചാക്കോ ബോബനെ വിളിച്ചപ്പോഴൊക്കെ കുഞ്ചാക്കോ നിരസിച്ചതാണ്. പിന്നീട് ദോസ്ത് ചെയ്യുന്ന സമയത്ത് സംവിധായകൻ തുളസിദാസ് ഒരു വിധം കൺവിൻസ് ചെയ്തിട്ടാണ് ആ റോള് കുഞ്ചാക്കോ ചെയ്തത്. അന്ന് ദിലീപിനെക്കാട്ടും താരമൂല്യം, ദിലീപിനെക്കാട്ടും പ്രതിഫലം വാങ്ങിയതും കുഞ്ചാക്കോ ബോബൻ തന്നെയായിരുന്നു. പലപ്പോഴും തമാശയായിട്ട് ലാൽ ജോസ് ഒക്കെ പറയാറുണ്ട് കുഞ്ചാക്കോവിന്റെ ഒരു വരവ് ദിലീപിനെ അന്ന് അസ്വസ്ഥമാക്കിയിരുന്നു എന്നൊക്കെ. അത് കഴിഞ്ഞ് 2002 ആയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്യാണരാമനിലെ ആ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ ഒഴിച്ച് നിർത്തിക്കാൻ കുഞ്ചാക്കോന് വലിയ വിജയങ്ങളൊന്നുമില്ല. പുത്തൂരമുത്രി, ഉണ്ണിയാർച്ച, സ്നേഹിതൻ ഇതൊന്നും അങ്ങനെ വലിയ വിജയമല്ല. 2003 കസ്തൂരി മൻ എന്ന് പറയുന്ന സിനിമ വിജയിച്ചെങ്കിലും, സ്വപ്നക്കൂട് എന്ന് പറയുന്ന സിനിമയും വിജയിച്ചെങ്കിലും സ്വപ്നക്കൂടിലെ കൂടുതൽ ക്രെഡിറ്റ് കൊണ്ടുപോയത് ജയസൂര്യയും പൃഥ്വിരാജുമായിരുന്നു. പിന്നീട് മുല്ലവള്ളിയും തേന്മാവും എന്ന് പറയുന്ന സിനിമയും വലിയ വിജയമല്ലായിരുന്നു. പിന്നെ 2004 എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പരാജയങ്ങൾ. 2005 ഫൈവ് ഫിംഗേഴ്സ്, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, അങ്ങനെ കുഞ്ചാക്കോന് കുറച്ച് പരാജയങ്ങളിലൊക്കെ പെട്ടുപോകുന്നു. ഇതിനിടയ്ക്ക് കുഞ്ചാക്കോ ബോബന്റെ വിവാഹം കഴിയുന്നു. ഇതിന് 2006 കിലുക്കം കിലുകിലുക്കം എന്ന് പറഞ്ഞ ഒരു സിനിമയോടുകൂടി കുഞ്ചാക്കോ തൽക്കാലം അഭിനയിക്കുന്ന ഒരു ഇടവേള എടുക്കുന്നു. ആ വർഷം തന്നെ ബലറാം വേഴ്സസ് താരാദാസ് എന്ന് പറഞ്ഞ സിനിമയും ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയും 2 സിനിമ വന്നിട്ട് കുഞ്ചാക്കോ നിരസിച്ചു. പിന്നീട് ബലറാം വേഴ്സസ് താരാദാസിലെ കുഞ്ചാക്കോന് വെച്ചിരുന്ന ആ റോള് അരുൺ എന്ന് പറയുന്ന നടനാണ് ചെയ്തത്. പക്ഷെ ആ സിനിമ വലിയ വിജയമല്ലായിരുന്നു, അത് അരുണും ഗുണം ചെയ്തിട്ടില്ല. പക്ഷെ ക്ലാസ്മേറ്റ്സിൽ കുഞ്ചാക്കോ റിജക്ട് ചെയ്ത റോള്, കുഞ്ചാക്കോ റിജക്ട് ചെയ്യാൻ കാരണം കുഞ്ചാക്കോന് സ്റ്റേജ് ഷോന്റെ കാരണം എന്നാണ് പറഞ്ഞത്. റിജക്ട് ചെയ്ത ആ റോളിലേക്ക് നരേൻ എന്ന് പറയുന്ന നടൻ വരുന്നു. പിന്നീട് കുഞ്ചാക്കോവിന്റെ ആ ഒരു സ്പേസിലോട്ട് നരേൻ കയറി വരികയാണ്. പിന്നീട് നമുക്കറിയാം നരേൻ അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അമ്മയ്ക്ക് ശേഷമാണ് ക്ലാസ്മേറ്റ്സ്. അതിന് നരൻ പിന്നെ കുറെ മിന്നാമിന്നി കൂട്ടവും ഒരേ കടലും കുറെ സിനിമകളൊക്കെ ചെയ്യുന്നു, തമിഴിൽ പോകുന്നു. ഇത് കഴിഞ്ഞ് കുഞ്ചാക്കോ ബോബൻ ഫീൽഡ് ഔട്ടായി, ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു നമുക്കറിയാം
കുഞ്ചാക്കോന്റെ ഒരു തിരിച്ചുവരവ്. അത് 2020 ചെറിയൊരു വേഷം, ലോലിപോപ്പിലെ ഒരു ചെറിയൊരു റോള്, അത് കഴിഞ്ഞ് ഗുലുമാൽ എന്ന് പറയുന്ന ഒരു സിനിമ, അത് കഴിഞ്ഞ് പിന്നെ എൽസമ്മ എന്ന പെൺകുട്ടി, പിന്നെ ഓർഡിനറി തന്നെയാണ് കുഞ്ചാക്കോന്റെ കരിയറിൽ വലിയൊരു മാറ്റം. അതൊരു ഈ പറഞ്ഞ പോലെ ദിലീപ് എന്നുള്ള നടനെ വെച്ച് ആലോചിച്ച ഒരു സിനിമ കുഞ്ചാക്കോയിലേക്ക് എത്തിക്കണം. അതുവരെ കുഞ്ചാക്കോന് അങ്ങനത്തെ ഒക്കെ റോള് ചെയ്യുമെന്ന് ഒരിക്കലും സങ്കല്പിക്കില്ല. അവിടെ നിന്നാണ് കുഞ്ചാക്കോൻ അങ്ങനെ നാടൻ റോളുകൾ ചെയ്യണത്. ഇതിനിടയ്ക്ക് സീനിയേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള റോള് ചെയ്യുന്നു. മല്ലു സിംഗിൽ വീണ്ടും ഒരു നാടൻ റോള് ചെയ്യുന്നു. അങ്ങനെ കുഞ്ചാക്കോവൻ എന്ന പുള്ളിപ്പുലി മാട്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, പണ്ടൊരു ദിലീപോ ജയറാമോ ഒക്കെ ചെയ്തിരുന്ന പോലെ ഒരു തമാശയും ഒക്കെ കാര്യങ്ങളൊക്കെ നാട്ടുമ്പുറം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ചാക്കോൻ അത്തരം റോളുകളിലോട്ട് വരുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒരു 2017-18 ഇപ്പോൾ ടേക്ക് ഓഫ്, പിന്നെ അഞ്ചാം പാതിര, നായാട്ട്, അങ്ങനെ പല പല റോളുകൾ ചെയ്ത് എന്നാ താൻ കേസ് കൂട് എന്നുള്ള സിനിമയിൽ അതുവരെയുള്ള കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ ഒരു ഇമേജ് വരെ മാറ്റിമറിച്ച് വേറൊരു ലെവലിലോട്ടുള്ള കുഞ്ചാക്കോനെയാണ് നമ്മൾ കണ്ടത്. അത് ശരിക്കും നാഷണൽ അവാർഡ് വരെ കിട്ടേണ്ട ഫൈനൽ റൗണ്ട് വരെ എത്തി എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ അത് സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം മത്സരിച്ചിരുന്നത് മമ്മൂട്ടിയായിരുന്നു, നൻപകൽ നേരത്തുമായിരിക്കും. എന്തായാലും ഇന്ന് കുഞ്ചാക്കോ ബോബൻ എന്താ പറയുക, പണ്ടത്തെ ഒരു ചോക്ലേറ്റ് കുഞ്ചാക്കോ ബോബൻ ഒരുപാട് മാറി. ഇന്ന് കുഞ്ചാക്കോൻ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ ചെയ്യുന്നു. 29 വർഷമായിട്ടും ഇപ്പോഴും ശരിക്കും പറഞ്ഞ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആയിട്ട് കുഞ്ചാക്കോനെ ഒന്ന് കച്ച കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. നമുക്ക് അത് വളരെ അപൂർവ നടന്മാർക്ക് മാത്രമേ ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഇത് നമ്മൾ ഓഡിയൻസ് കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ഒരു വിവാദങ്ങളിൽ പെടാത്ത, എന്താ പറയുക, ആരുമായി ശത്രുതയില്ലാത്ത, ഒരു കുറ്റങ്ങൾ കേൾക്കാത്ത, ഗോസിപ്പുകൾ കേൾക്കാത്ത ഒരു നടൻ തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ. ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കണ്ട് വളർന്ന ഒരു എന്താ പറയുക സിനിമാ കുടുംബത്തിൽ തന്നെ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും വിജയങ്ങൾ അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയിട്ടില്ല. പരാജയങ്ങളിൽ അദ്ദേഹം ഓവർ ദുഃഖിച്ചിട്ടില്ല. അദ്ദേഹം എന്നും ഒരുപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ശരിക്കും ഏകദേശം ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞു. 50 കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്തായാലും ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് വ്യത്യസ്തമായിട്ട് റോളുകൾ ചെയ്യാം. അദ്ദേഹത്തിനൊരു സ്പേസ് ഇപ്പോഴും അവിടെയുണ്ട്. അതിനുശേഷം പല തലമുറകൾ വന്നെങ്കിലും കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സ്പേസ് ഇപ്പോഴും അവിടെയുണ്ട്. അനീത്തിപ്രാവ് എന്ന് പറയുന്നൊരു സിനിമ നമുക്കറിയാം, അത് തമിഴിൽ വിജയ് എന്ന് പറഞ്ഞ നടൻ റീമേക്ക് ചെയ്ത് അവിടെ അഭിനയിച്ച് വിജയ്ക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. വിജയുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു സിനിമയൊക്കെയായിരുന്നു കാതലിക്ക് മര്യാദ. അപ്പൊ അനീത്തിപ്രാവ് എന്നൊരു ഐക്കോണിക് സിനിമയാണ്. ഒരു പക്ഷെ ഇന്നത്തെ ജനറേഷൻ അത് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ക്ലീഷയായിട്ടോ പൈങ്കിളായിട്ടൊക്കെ തോന്നിയെങ്കിലും അന്ന് അതൊരു സംഭവം തന്നെയായിരുന്നു. അന്ന് അതൊക്കെ കണ്ട കുട്ടികൾ, ഇന്നത്തെ ഒരു 40കളിൽ നിൽക്കുന്നവർക്ക് ഇന്നും അതൊരു സംഭവം തന്നെയാണ്.